ഹായ് വെൽക്കം ടു യുവർ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മളെ വെഡിങ്ങിന്റെ വീഡിയോസ് നമ്മൾ എന്റെ ഒരു പാർട്ട് പറഞ്ഞിട്ടിരുന്നില്ലേ, നമ്മളെ എന്താ പറയാ മൈലാഞ്ചി, അതേമാതിരി തന്നെ ഇവിടെ വീട്ടിലെ കുറച്ച് നമ്മളെ പെണ്ണ് കാണല്, അങ്ങനത്തെ നിക്കാഹിന്റെ കുറച്ച് ഫോട്ടോസ്, പെണ്ണ് കാണല്, അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം നമ്മള് ഷെയർ ആക്കിയിരുന്നു. അപ്പൊ ഇനിയിപ്പോ അടുത്തെന്ന് പറയുന്നത് എന്റെ ഇതൊക്കെ ബ്രൈഡ് ടു ബി മൈലാഞ്ചി, പിന്നെ നമ്മള് ഹൽദി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പരിപാടി, അറബിക് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പരിപാടി, അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം ഷെയർ ആക്കാൻ. നമ്മളെ കല്യാണം ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ കല്യാണം എന്ന് പറയുമ്പോ ഇപ്പൊ വലുതായാലും രണ്ട് ഓളക്കാക്കന്റെ ഓളത് ഒരുമിച്ചായത് കൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ 5-6 ദിവസത്തെ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മള് ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ഒരു 4 അങ്ങനെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമുക്ക് അത്ര കൊറേ ലെങ്ത് വേണ്ടല്ലോ വീഡിയോ. വേണ്ട. ആഷിക്കാക്ക് ഇന്റെ ഫോട്ടോസ് ആയതുകൊണ്ട് ആഷിക്കാക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, വെറുതെ പറയാം, കുശുമ്പാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഷെയർ ആക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ എന്നൊക്കെ പറയുന്നത് ബ്രൈഡ് ടു ബീന്റെ കുറച്ച് ഫോട്ടോസ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട്സ് തന്നതായിരുന്നു, സർപ്രൈസ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് പിന്നെ ടൗണിലേക്ക് വന്ന് അങ്ങനെ ഓര് തന്ന ഒരു ചെറിയൊരു സംഭവം ടൗണിൽ വെച്ചിട്ട് ഒരു ഷോപ്പിൽ വെച്ചിട്ടായിരുന്നു. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും, നല്ല ഫ്രെയിം ഒക്കെ ഉള്ള ഒരു ഷോപ്പിന്. കളർ ഡ്രസ്സിന് മാച്ച് ആയതുകൊണ്ടോ അവിടുത്തെ ഫ്ലവർസ് ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഡ്രസ്സിന് മാച്ചാ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു കുഞ്ഞു കേക്കൊക്കെ നമ്മൾ അവിടെ കട്ട് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെന്താക്കി ഫുഡെല്ലാം കഴിക്കാൻ പോയി, ഫുഡൊക്കെ അടിച്ചു. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടാ മനസ്സിലാവും, ഒരു അത്യാവശ്യം ഇവിടെ ഒരു ഇതിലെ കഫേയില് നല്ല രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു കുഞ്ഞാണ്, പക്ഷെ ഒരു കുഞ്ഞു ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ. ഇതൊക്കെ ഞാൻ അറിയാണ്ട് സെറ്റ് ആക്കിയത്, എനിക്കിതൊന്നും അറിയില്ലേ. നല്ല രസമല്ലേ ഫോട്ടോ ആണ്. ഇവിടെ സർപ്രൈസ് ആക്കിയതാണെങ്കിലും ഇവളെന്നെ വിളിച്ച് അന്ന് പറഞ്ഞ നമ്മളെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, നമ്മളതിന് കഴിച്ച ഫുഡല്ലോ. പിന്നെ ഈ ഒരു പരിപാടി ഒക്കെ സമയത്ത് ഇവളിന്നെ നമ്മള് നിക്കാഹ് കഴിഞ്ഞ ശേഷമാണല്ലോ, അപ്പൊ ഇവളിനെ വിളിച്ചിട്ട് അതേമാതിരി തന്നെ ടൗണിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞു. ഏതായിട്ട് ഓരോ എനിക്ക് സർപ്രൈസ് തരാണല്ലോ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ടൗണിൽ പോയപ്പോ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ബ്രൈഡ് ടു ബി ഒക്കെ. അപ്പൊ ഞാന് അത് ബ്രൈഡ് ടു ബി എന്ന് പറഞ്ഞ സെറ്റ് ആയി പോയതല്ല ശിഖ, ഓരെന്നോട് ജസ്റ്റ് ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് പോയി. അത് എല്ലാരും ഉള്ളതൊന്നും ഞാൻ അറിയൂല, ഞാൻ ആകെ വിചാരിച്ചത് ഒരു കുട്ടി മാത്രം, ഓൾ മാത്രം എന്നെ വിളിച്ച. അപ്പൊ പോയപ്പോഴാണ് അങ്ങനെ നമ്മള് ഇത് ഇവിടെ ഫാമിലി എന്താ പറയാ, ഇപ്പൊ ഇവളെ ബ്രദറിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു ഏതോ കാലത്ത് എന്തൊക്കെയോ പ്ലാൻ ചെയ്തത്, അതില് ഫസ്റ്റ് ആണല്ലേ ഇത് എന്ന് പറയുന്നത്. വെഡിങ്ങിന്റെ ഒരാഴ്ച കറക്റ്റ്, നമ്മളെ വെഡിങ് ഞായറാഴ്ച ആണെങ്കിൽ ഇത് അതിന് മുന്നുള്ള തിങ്കളാഴ്ച അല്ലേ, ആ തിങ്കളാഴ്ച ഡേ എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തത് ബ്രൈഡ് ടു ബീനും. അപ്പൊ ഇത് പറഞ്ഞ മാതിരി കുറെ ആൾക്കാരെ വിളിച്ചിട്ടുള്ള പരിപാടി ഒന്നും അല്ലേ, നമ്മള് ഫാമിലി കുറച്ച് ആൾക്കാര് നമ്മള് ബീച്ചിൽ പോയി, ഇതൊക്കെ നമ്മൾ തന്നെ സെറ്റ് ആക്കിയതാ ഒരു രസാക്കാൻ വേണ്ടിട്ട്. നമുക്കൊരു മെമ്മറി ആണല്ലോ ഈ ഒരു ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ബീച്ചിൽ പോയിട്ട് ഇതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ചെയ്തതാ. ഞാൻ തന്നെ സെറ്റ് ചെയ്ത്, അത് ഹെൽപ്പ് ഒക്കെ ചെയ്തൊക്കെ ഓരോരുത്തര്. നമ്മള് പോയതാ ഈ ടീം മൊത്തം, ഇത് മൊത്തം ടീം നമ്മളെല്ലാരും കൂടെ എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. ഈ ഫോട്ടോ കാണുന്ന മൊത്തം ഇവിടെ ഉമ്മന്റെ ഫാമിലി ആട്ടോ. ഉമ്മന്റെ താത്ത, പിന്നെ ഉമ്മന്റെ താത്ത, അവരെ ഹസ്ബൻഡ്, അനിയത്തി, ഉമ്മന്റെ ആങ്ങളുടെ വൈഫ്, ഉമ്മന്റെ അനിയത്തിന്റെ മോള്, അനിയത്തിന്റെ മോന്, ഓന് ഇതിലില്ല, ഓനാണ് ഫോട്ടോ എടുത്തിരുന്നത്. പിന്നെ എന്റെ കാക്കാന്റെ ഫ്രണ്ടിന്റെ വൈഫും സിസ്റ്ററും ആണ്, പക്ഷെ നമ്മള് അടുത്ത റിലേറ്റീവ് ആയിട്ടാണ്. അപ്പൊ ഇവരൊക്കെ പോയ മാമന്റെ മോനുണ്ട്, ഓനാ ചെറുത്. അപ്പൊ ഇത്ര ആൾക്കാർ നമ്മൾ പോയത് ബീച്ചിൽ സെറ്റാക്കാം, അതും ഒരു വൈകുന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പൊ എല്ലാരും കൂടെ എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു സെറ്റിങ്സാ. നല്ല രസമാണ് ഇതൊക്കെ. റാന്തലും കാര്യങ്ങളൊക്കെ ഈ ടേബിളൊക്കെ കൂടെ നിട്ടിയപ്പോ അതൊക്കെ വീട്ടിനെടുത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാരക സെറ്റപ്പിലൊന്നല്ല, നമ്മളൊരു വെറുതെ ഒരു ഇത് കണ്ടോ നല്ല രസമില്ല വീഡിയോ, ഒരു ക്ലിപ്പ്, ഷോർട്ട് ക്ലിപ്പ് മറ്റേ ബ്രൈഡ് ടു ബി
നമുക്കൊരു ഒരു ഇതാക്കണം, ഒരു കേക്ക് കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളെ കുഞ്ഞി കേക്ക് നമ്മൾ കട്ട് ചെയ്തത്. നല്ല ബ്യൂട്ടിഫുൾ കേക്ക് അല്ലേ ഇത്? വാങ്ങിച്ചല്ലേ നിങ്ങള്? അല്ലല്ല, ഉമ്മന്റെ താത്തൻ അനിയത്തി ഉണ്ടായി തന്നു. കുഞ്ഞുമ്മ കുഞ്ഞുമ്മ ഉണ്ടാക്കി തന്നാണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളെ ലൈഫിൽ ഉള്ള എന്താ വൺസ് ഉള്ള ഒരു മൊമെന്റ് ഇതൊക്കെ. ഇപ്പൊ എന്താ ബ്രൈഡ് ടു ബി ആയാലും നമ്മളെ വെഡിങ് ആയാലും നമുക്ക് എന്നും ആലോചിക്കാനുള്ള ഒരു മൊമെന്റ് അത് ലൈഫിൽ വൺസ് ഉള്ള മൊമെന്റ് അല്ലേ. കാരണം നമ്മള് ഇത് ഇടാൻ കാരണം തന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പാടന്നെ നമ്മളോട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വെഡിങ്ങിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ പെണ്ണുകാണലിന്റെ റീലിട്ടതിന് ശേഷം പിന്നെ കുറെ ആൾക്കാരാണ് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാം കാണിക്കുന്നത് വിചാരിച്ചല്ലേ, എന്തിനാ ഒരു വീഡിയോ ആക്കിയിട്ട് 4-5 ഫോട്ടോ ഫോട്ടോ മാത്രം മുന്നേ ഉള്ള പരിപാടി മുതലാക്കി കളയാന്ന് പറഞ്ഞാൽ അല്ല, ഒരു വീഡിയോ ആക്കിയിട്ട് സംഭവം കാണുമ്പല്ലേ ഭയങ്കര ഒരു എന്താ പറയാ മെമ്മറി. ഈ ഒരു ദിവസം ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. ഇത് ഉമ്മന്റെ താത്ത, രണ്ട് താത്തമാരല്ലേ, അനിയത്തിയും കുഞ്ഞമ്മയായി. അപ്പൊ അന്നത്തെ കാര്യമായിട്ടുള്ള ഫോട്ടോസ് ഒന്നല്ല, കുറച്ച് ഫോട്ടോസ് ആണ് ഇപ്പൊ കാണിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് ബ്രൈഡ് ടു ബി മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഇവിടെ കാര്യം നോക്കല്ലെങ്കിൽ ഇവിടെ ബ്രദർ ഉണ്ടല്ലോ അതില്, ഓന്റെ ഗ്രൂം ടു ബി കൂടിയാണിത്. എന്താ ശരിക്കും നമ്മള് പറയുന്നത് കൊണ്ടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രദറിന്റെ ഗ്രൂം ടു ബിയും ഇവിടെ ബ്രൈഡ് ടു ബിയും രണ്ടും ഒരുമിച്ചാട്ടോ. മാരകമായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. ശരിയാ. ശരി, നമ്മളെ വെഡിങ്ങിന്റെ കാര്യമായിട്ടുള്ള ഒരുപാടുണ്ട്. ശരിക്കും ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ്. എന്റെ വാപ്പയൊന്നും ഇല്ല. വാപ്പയൊക്കെ അന്ന് കുറെ കല്യാണത്തിന്റെ തിരക്കുകളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അതിന്റെ ഒക്കെ ആയിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ വാപ്പ ഒന്നും അങ്ങോട്ടേക്ക് വന്നിക്കില്ല. മെയിനായിട്ട് ഇവിടെ ഉമ്മന്റെ ഫാമിലി, ഉമ്മന്റെ താത്തയും അനിയത്തിന്റെ ഹസ്ബൻഡ് ഇല്ല, അതുപോലെ മാമൻ ഇതിലില്ല, കുറെ ആൾക്കാരില്ല. അങ്ങനെ കുറെ ആൾക്കാർ ഇതിലില്ല. ശരി, ഉമ്മന്റെ ഫാമിലിയിലാണ് പറയുന്നത്. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള സാധനമല്ല. ഇവരൊക്കെ പറയുന്നത് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ അങ്ങേക്ക് വന്നിക്കിട്, അതാ വിറ്റ്. അതായത് എന്റെ ഉമ്മന്റെ ഫാമിലിയില് അതൊരു ആദ്യത്തെ കല്യാണം മാതിരിന്നല്ല, ആദ്യത്തെ കല്യാണം. അപ്പൊ ഉമ്മന്റെ താത്തി അനിയത്തിയൊക്കെ എന്താക്കി ഒരാഴ്ച മുന്നേ വന്ന്, ഒരാഴ്ച മുന്നേ നമ്മള് പരിപാടി തുടങ്ങി. അങ്ങനെ ഒരാഴ്ച മുന്നേ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ വെച്ചിരുന്നുണ്ടാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ തിങ്കളാഴ്ച എത്തിയിരിക്കണം, തിങ്കളാഴ്ച ആണ് ഇന്ന് ഈ പരിപാടി, ചൊവ്വാഴ്ച ഈ പരിപാടി ഉണ്ട്, ബുധനാഴ്ച ഈ പരിപാടി ഉണ്ട്, എല്ലാ ദിവസവും ഫുള്ള് ഷെഡ്യൂൾ ചെയ്തു. ലാസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് മൈലാഞ്ചി ഇടാനുള്ള സമയം കിട്ടിയില്ല. അതൊക്കെ പിന്നെ പറയാം. ഈ ഒരു ദിവസത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോ ബ്രൈഡ് ടു ബിയിൽ നിർത്തല്ല ശിക, കാരണം നാളെ അല്ല, മീൻസ് അടുത്ത അങ്ങനല്ല ഞാൻ രംഗോലി. അതാ ഞാൻ പറയുന്നത്. ഈ ബ്രൈഡ് ടു ബി കഴിഞ്ഞതിന് ശേഷം നമ്മള് പ്ലാൻ ഇട്ടത് അറബിക് നൈറ്റിന്റെ പരിപാടിയാ. അപ്പോ ആ ഫോട്ടോസ് എന്നൊക്കെ പറയുമ്പോ കുറച്ചുണ്ട് കാണിക്കാനില്ല. അപ്പൊ ഞാൻ അതിപ്പോ അതുകൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലെങ്തി ആയിപ്പോ. അപ്പൊ എന്താക്കാം, അത് നമുക്ക് വേറെ വീഡിയോയിൽ ഇടല്ലേ. അപ്പൊ നമ്മള് അടുത്ത പാർട്ടില് ബാക്കി കാര്യങ്ങളുടെ രംഗോലി, അറബിക് നൈറ്റ്, പിന്നെ മഞ്ഞ കല്യാണം, നമ്മളെ തലേന്നത്തെ പരിപാടി, പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നമ്മളെ മെയിൻ വെഡിങ്ങിന്റെ കുറെ വിഷ്വൽസ് ഉണ്ട്. കുറെ പരിപാടിന്റെ സമയത്ത് ഒരു പെൻഡ്രൈവിലാക്കി തന്നൊക്കെ കുറെ ഉണ്ട്. പക്ഷെ അതിനിപ്പോ സിസ്റ്റത്തിലാക്കി എടുക്കാൻ പണിയാ. ഇനിയിപ്പോ തപ്പി പിടിച്ച ഫോണുള്ള കുറച്ച് നല്ല വിഷ്വൽസ് ഒക്കെ പിടിച്ചു. ആൽബം ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും നമുക്ക് ഇപ്പൊ ഉണ്ടാക്കാലോ അല്ലേ? എന്താ കഷ്ടം, നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയല്ലോ. നിങ്ങൾ കാണിച്ചതാ മനസ്സിലാവും. കാരണം കുറെ പാളി പോയിക്കും നമ്മള് കല്യാണം ഫോട്ടോസിന്റെ കാര്യത്തിൽ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അല്ലേ.